വീഡിയോ ചെയ്യുന്നത് എന്റെ നല്ലവരായ മാൾഡീവ്സിലെ അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ഓൾറെഡി പഠിപ്പിക്കുന്ന ദ്വീപിലും സ്കൂളിലൊക്കെ ഒരുപാട് മാനസിക സംഘർഷം നേരിട്ടിട്ടും നാട്ടിലെ പ്രയാസങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് 99% മാൾഡീവ്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്. ഇത് പറയാനുള്ള കാരണം 6 വർഷം 2019 മുതൽ 25 വരെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായിട്ട് മാൾഡീവ്സിൽ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. കൂനിമ്മൽ കുരു എന്ന പോലെയാണ് ദിനേന ഓരോ പ്രതിസന്ധികളും പാവപ്പെട്ട ഈ ടീച്ചേഴ്സിന്റെ മേലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്, അവർക്ക് സാലറി കിട്ടുന്ന പണം ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ ആകെ ഒരു മാർഗമേ ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൾഡീവ്സ് ബ്രാഞ്ച് വഴിയാണ് അയക്കുന്നത്. മുൻപ് അധ്യാപകർ കിട്ടുന്ന സാലറിയും അതുപോലെ ട്യൂഷന് കിട്ടുന്ന പൈസയൊക്കെ അവിടുത്തെ MVRൽ കിട്ടിയത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് അയക്കാമായിരുന്നു. പിന്നീട് അത് കട്ട് ചെയ്ത് വന്ന് 500 ആയി, 500 250 ആയി, ഇപ്പൊ അവസാനം $150 എന്ന് പറഞ്ഞാൽ വെറും 13,000 രൂപ ഒരു വണ്ടിക്ക് എണ്ണടിക്കുന്ന പൈസ മാത്രമാണ് അവർക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്. ഈ രീതിയിലേക്ക് അവിടുത്തെ ടീച്ചേഴ്സിന്റെ അവസ്ഥ. അവര് പല ആളുകൾക്കും EMI ഉണ്ടാവും, അതുപോലെ തന്നെ ലോൺസ് ഉണ്ടാവും, പല കാര്യങ്ങളും വീട്ടേണ്ടതും അടക്കേണ്ടതും കൊടുത്തു തീർക്കേണ്ടതും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ അധികാരികളിലേക്ക്, നോർക്ക മിനിസ്റ്ററിലേക്ക്, അതുപോലെ തന്നെ ഗവൺമെന്റിലേക്കൊക്കെ ഷെയർ ചെയ്യണം. നിർബന്ധമായിട്ടും നമ്മുടെ ഗവൺമെന്റ്, പ്രത്യേകിച്ചും മലയാളികളായ ഒരുപാട് ടീച്ചേഴ്സ് അവിടെയുണ്ട്, 1000-നടുത്ത് ടീച്ചേഴ്സ് ഉണ്ട്. കേരള സർക്കാർ നിർബന്ധമായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ട് അവരുടെ റെമിറ്റൻസ് അൺലിമിറ്റഡോ അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ടിലേക്ക് ആക്കി വെക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുക? ഇല്ലെങ്കിൽ ആ ടീച്ചേഴ്സിനൊക്കെ കൂട്ടമായിട്ട് റിസൈൻ ചെയ്ത് തിരിച്ച് പോരേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളതാണ്. കൂട്ടത്തിൽ കേരളത്തിലുള്ള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റിനോട് IGCSE എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആണ് മാൾഡീവ്സിൽ വർക്ക് ചെയ്യുന്ന മലയാളി ടീച്ചേഴ്സ്. നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ മെച്ചപ്പെട്ട ഒരു സാലറി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനൊക്കെ അവൈലബിൾ ആക്കാവുന്നതാണ്.